ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട കോയ സാറെ വീട്ടിൽ കേട്ടോ നമ്മൾ പോയത്. സാറ് യാത്ര പോയുമ്പോൾ ബന്ധപ്പെട്ടിട്ട് നമ്മളെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു, CPP-യിലുണ്ടായിരുന്ന എല്ലാവരെയും. ഇവിടെ ഞാനും സജിതയും അർജുനും ധനും ആനന്ദും കൂടായിട്ട് പോയത്. ഹബീബയും സൈനിയും വന്നിട്ടുണ്ടായിരുന്നില്ല. അവർക്ക് വേറെ എന്തൊക്കെയോ ഫംഗ്ഷനോ കാര്യങ്ങളോ ഉള്ളതുകൊണ്ട് അവർക്ക് വരാൻ പറ്റിയില്ല. കയറിയ പാടാൻ നമുക്ക് വെൽക്കം ഡ്രിങ്കും കുറേ കാര്യങ്ങളൊക്കെ കഴിച്ചു. ഇതാ നമ്മുടെ ആൻസി ടീച്ചറും പ്രേമലത ടീച്ചറൊക്കെ ഉണ്ട്. ഇവരെ കണ്ടപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമായി. ഇവർ രണ്ടുപേരും നമുക്ക് ശരിക്കും മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞതാ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. നല്ല ഗ്രാൻഡായിട്ടുള്ള ഫുഡായിരുന്നു കേട്ടോ. നമുക്കതാ കാണുമ്പോൾ മൊത്തം കഴിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് എല്ലാം എടുത്ത് ഞാൻ വിളമ്പി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തോ ഒരുപാട് കണ്ടപ്പോൾ നമുക്ക് കഴിക്കാനും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം നമുക്ക് പുറത്ത് വേറൊരു കാര്യം ഉണ്ടായിരുന്നു, അത് കഴിക്കണം. അപ്പോൾ അത് കണ്ടപ്പോൾ നമ്മൾ ഇവിടുത്തെ ഫുഡിൻ്റെ അളവ് നമ്മളങ്ങ് കുറച്ചു കേട്ടോ. കണ്ടില്ലേ, ഇത്രയും കാര്യങ്ങൾ എൻ്റെ പ്ലേറ്റിൽ ഞാൻ വാരി വെച്ചിട്ടുണ്ടെങ്കിലും ഇതൊന്നും എനിക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും തന്നെ അത് ഞാൻ നിർത്തി വെച്ചിട്ട് പിന്നെതാ നമുക്ക് ഷുഗർ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ 208 9 ഉണ്ടായിരുന്നു. അതൊന്നും ഇന്നത്തെ ദിവസം ഞാൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ ഇളനീർ പുഡിങ്ങും അതേപോലെ തന്നെ നമ്മളെ ഗുലാം ജാമും എല്ലാം കഴിച്ചിട്ട് പിന്നെ നമ്മുടെ CPP-യിലെ ഫാമിലി ഫോട്ടോ എടുക്കലായിരുന്നു കേട്ടോ. നല്ല ഭംഗിയില്ലേ, എല്ലാവരും കൂടി അങ്ങനെ നല്ല ഭംഗിയായിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് യാത്ര പറഞ്ഞ് ഇറങ്ങിയപ്പോൾ ഏതായാലും കോട്ടക്കലൊക്കെ വരെ പോയതാണല്ലോ, അപ്പോൾ നമുക്ക് നെസ്റ്റോയിലും കൂടി പോവാം. അങ്ങനെ നമ്മൾ നെസ്റ്റോയിലേക്കാണ് കയറിയിട്ടുള്ളത്. കോട്ടക്കൽ നെസ്റ്റോ കേട്ടോ. തിരൂർ നെസ്റ്റോയിലൊക്കെ പോയിട്ടുള്ള ഇത് പോയപ്പോൾ അതിനേക്കാളും വലുതാണ് കേട്ടോ. ഇവിടെ കുറച്ചുകൂടെ സ്പേസ് ഉണ്ട് കാണാൻ ഒരുപാട്. പിന്നെ മെയിനായിട്ട് നമ്മൾ കയറിയത് കുറച്ച് ചൂടൊക്കെ കുറക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ തട്ടിമുട്ടി കുറച്ച് നേരം നിന്നു. അവിടെ ടോയ്സും കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞു. പിന്നെ ആനന്ദ് സാറും അർജുനും എന്തൊക്കെയോ വാങ്ങാൻ വേണ്ടി അവിടെ ഇവിടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നിന്നിട്ട് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്തി. ഈ ക്ലാരിറ്റി ഇല്ലാത്ത ഫോട്ടോ എന്നുള്ള പരാതിയായിട്ടൊന്നും വരാൻ നിൽക്കണ്ട. ഒരു പുതിയ ഫോൺ വാങ്ങുന്നത് വരെ ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ കണ്ടാൽ മതി നിങ്ങൾ. അങ്ങനെ താഴേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ അവിടെ കുറേ ഫ്ലവേഴ്സ് ഇരിക്കുന്നത് കണ്ടപ്പം ഇവിടെ പോയിട്ട് നമ്മൾ കുറേ ഫോട്ടോ എടുത്തു കേട്ടോ. ഈ വീഡിയോ ഞാൻ എടുത്തിട്ടുള്ളത് ഏതെങ്കിലുമൊക്കെ ഷോർട്സ് വരുമ്പോൾ റീൽസ് ഇടാൻ വേണ്ടിയിട്ടാണ്. ഷോർട്സ് കാണുമ്പോൾ ഉണ്ടാവില്ല, നമുക്ക് ചില റീൽസൊക്കെ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇടാൻ തോന്നില്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ നമുക്ക് CPP-യിലാണ് കേട്ടോ ഫംഗ്ഷൻ ഉള്ളത്. നാളെ അവിടുത്തെ വിശേഷങ്ങൾ കാണണം. അതിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നുണ്ടാവും. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ.